ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നമ്മോടുകൂടെ ധാരാളമായി ഉണ്ടാകട്ടെ. ഈ പ്രഭാത പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. രാത്രിയിലെ മഴ കാരണം മഴത്തുള്ളികൾ ഇറ്റുവീഴുന്ന ഇലകളും കായ്കളും നിറഞ്ഞ പ്രകൃതി, സൂര്യൻ്റെ കിരണങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന ശാന്തസുന്ദരമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം നമ്മെ പൊതിയുമ്പോൾ ഫലരഹിതവും അർത്ഥം കാണാത്തതുമായ ജീവിതം, നിരാശയിലാണ്ടുപോയ ജീവിതം, അന്ധകാരത്തിലാണ്ടുപോയ ജീവിതം, ഒരു പ്രകാശത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ഒരു അത്ഭുതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം തൻ്റെ പ്രകാശം പരത്താൻ, ദൈവം ഒരു വലിയ അത്ഭുതം ഇന്ന് നമ്മിൽ നടത്താൻ ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. വെളിച്ചം നല്ലതെന്ന് കണ്ട ദൈവം വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ വേറിട്ട ഒരു നല്ല ജീവിതം പൂർണ്ണമായും ജീവിക്കാൻ ഉന്നതങ്ങളിൽ നിന്നുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ പരക്കുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിലുള്ള ഭയം നീക്കം ചെയ്യാൻ ഇന്ന് നമ്മെ സഹായിക്കുന്ന ദിവസമാണ്. ഈ ദിവസം, ശാന്തസുന്ദരമായ ഈ ദിവസം, അതിരാവിലെ എഴുന്നേറ്റ് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്ന ഈ സമയം, നാം ഓരോരുത്തരും ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളും പേറി അത്യുന്നതനായ ദൈവത്തെ സ്തുതിക്കുവാനും വാഴ്ത്തിപ്പാടുവാനും നാം ഒരുമിച്ച് കൂടിയത് തന്നെ ദൈവത്തിൻ്റെ അനന്തകോടി കാരുണ്യത്തിൻ്റെ അനുഭവമാണ്. ഈ പ്രഭാതത്തിൽ ഇന്ന് നമുക്കാവശ്യമായ കാര്യങ്ങൾ, ഇന്ന് നാം ഭയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് അപ്രതീക്ഷിതമായി നടക്കാവുന്ന ചില കാര്യങ്ങൾ, മാറിപ്പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് അവിടുത്തെ തിരുവചനം നമുക്ക് ശ്രവിക്കാം. നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് തക്ക സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കും. ഭയപ്പെടരുത്. ഏത് പ്രശ്നങ്ങളിലും അതിജീവിക്കാൻ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളെ ഒരിക്കലും പരിത്യജിക്കില്ല, ഒരിക്കലും ഒറ്റയ്ക്കാക്കി മടങ്ങുകയില്ല. അതിനാൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഭവനത്തിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ വ്യാപരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, 1-ാം ദിവസം. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി, നല്ല വിശ്രമം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ ദൈവമേ, അങ്ങയുടെ പദ്ധതി പ്രകാരം ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്നതിന് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിലെല്ലാം വിജയം നൽകി, ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകി
നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ പ്രതിസന്ധിയിലാകുമ്പോൾ, ഞങ്ങൾ മനസ്സ് തകരുമ്പോൾ, കർത്താവേ, നീ ഞങ്ങൾക്ക് ശക്തി നൽകാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരെയും അവരുടെ ആവശ്യങ്ങളോടുകൂടെ സമർപ്പിക്കുന്നു. സകല നന്മകളുടെയും ഉറവിടമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പൂർണ്ണമായി പ്രാപിക്കാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കാനും ഒരു പുതിയ തുടക്കം തുടങ്ങാൻ, ഒരു പുതിയ ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത്, ഈ പ്രഭാതത്തിൽ ഒരു പുതിയ തുടക്കം, ജീവിതത്തിൽ തന്നെ ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി ആഗ്രഹത്തോടെ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയുണ്ടാകണമേ. നിന്റെ മക്കളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരുണ ചൊരിഞ്ഞ് അവരുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം വിട്ടകന്നുപോയി ദൈവത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ചലിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ സമയം കർത്താവേ, ശക്തനായ ദൈവമേ, അവിടുത്തെ ശക്തിയുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. കാത്തുകൊള്ളണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ പ്രഭാതത്തിൽ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ, അങ്ങേക്ക് സർവ്വ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. കർത്താവിൻ്റെ ഇരട്ടി അനുഗ്രഹവും അഭിഷേകവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൈവാനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കർത്താവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നെല്ലാ കാര്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് വിജയം നൽകി മഹത്വം നൽകി നിങ്ങളെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.